ഹായ്, ഞാൻ നമ്മുടെ 1.5 മണിക്കൂറിൻ്റെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് 7:30 തൊട്ട് 9 o'clock വരെ ആയിരിക്കും നമ്മളുടെ പ്രോഗ്രാം ഉണ്ടാവുക. ലൈവായിട്ടായിരിക്കും ഉണ്ടാവുക. ഗൂഗിൾ മീറ്റ് ത്രൂ ആണ് നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. RCA ലൈസൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ സെഷൻ എടുക്കുന്നുണ്ടാവുക. കൂടെ ഞാനും ഉണ്ടായിരിക്കും സെഷൻസിൽ. നമ്മൾ ഈ പ്രോഗ്രാമിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതും നമ്മൾ ഇതിനകത്ത് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ICD എന്ന് പറയുന്ന ഒരു ബുക്കാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളുടെയും ക്രൈറ്റീരിയാസും ഡെഫിനിഷൻസും ഒക്കെ നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്നത്. അപ്പോൾ ആ ക്രൈറ്റീരിയാസ് അനുസരിച്ച് ഒരാൾക്ക് അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ടെസ്റ്റിംഗ് നിങ്ങൾക്ക് ആ ലൈവ് സെഷനിൽ തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ എക്സസീവായിട്ടുള്ള സ്ക്രീൻ യൂസ്, അതിപ്പോൾ ഒരു അഡിക്ഷൻ്റെ സ്റ്റേജിൽ എത്തിക്കൊള്ളാമെന്ന് നിർബന്ധമില്ല. അല്ലാതെ തന്നെയുള്ള എക്സസീവായിട്ടുള്ള സ്ക്രീൻ യൂസ് എങ്ങനെയാണ് ഒരാളുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഫോക്കസ് ചെയ്യുന്നതിലുള്ള എബിലിറ്റി, അതുപോലെ തന്നെ മോട്ടിവേഷൻ, ഡെയിലി ലൈഫിലെ ഫങ്ഷനിങ്, ഇതിനെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് ഇൻക്ലൂഡിങ് ബയോളജി എന്താണെന്നുള്ളത്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡോപ്പമിനാണ് ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മെയിൻ ഘടകം എന്നുള്ളത്. എങ്ങനെയാണ് അപ്പോൾ ഈ ബയോളജിക്കൽ ഫാക്ടേഴ്സ് നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങളെ അതേ ട്രാക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അഡിക്റ്റീവ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഡിവൈസസും എല്ലാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ സെഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ബയോളജിക്കൽ ഫാക്ടേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോപ്പമിൻ പാത്വേസ്, അതായത് റിവാർഡ് പാത്വേസ്. ഡോപ്പമിനാണ് നമുക്ക് ഒരു പ്ലഷർ കിട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹോർമോൺ. അപ്പോൾ അതാണ് നമ്മളിൽ ഒരു ഹാബിറ്റൊക്കെ ഫോം ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ബയോളജിക്കലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ സെഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ പലതും തോന്നാനും നമ്മൾ പല രീതിയിൽ സ്ക്രീനിൽ എൻഗേജ് ചെയ്യാനുള്ളൊരു റീസൺ എന്താണ്, അതായത് വെരി റൂട്ട് കോസ് എന്താണ്. ചില ആളുകൾക്ക് ലോൺലിനെസ് ആയിരിക്കാം, ചില ആളുകൾക്ക് ടെൻഷൻ ആവുമ്പോൾ അതിൽ നിന്ന് മാറാനായിരിക്കാം, പേഴ്സണൽ ലൈഫിലുള്ള ക്രൈസിസിൽ നിന്ന് അതിൽ നിന്നൊന്നും വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കൂടുതൽ നമ്മൾ ഫോണിലായി പോകുന്നത്. ചില ആളുകൾ വർക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് അവർ പോലും അറിയാതെ അവർക്കിങ്ങനെ ഒരു അഡിക്ഷൻ പാറ്റേൺ ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഈ ഇമോഷൻസും പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും ക്രൈസിസ് കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാനും നിങ്ങൾക്ക് ഈ സെഷൻ കൊണ്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ സെഷനിൽ ഡിജിറ്റൽ ഡീടോക്സ് ടൂൾസ്, സ്ക്രീൻ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ വേണം എന്നുള്ളത്, ആപ്പ് ബ്ലോക്കേഴ്സ് ഏതൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത്, നിങ്ങൾക്ക് അറ്റൻഷനും കോൺസെൻട്രേഷനും ഫോക്കസ് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത്, അതുപോലെ തന്നെ ഡിജിറ്റൽ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ആപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സെഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഡെവലപ്പായി, അതിൻ്റെ റൂട്ട് കോസസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ഡെയിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത്, അത് ICDയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് ഏത് ലെവലിൽ വരെ എത്തി നിൽക്കുന്നുണ്ട്, ഇനി അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് മാത്രമായിട്ട്, അതായത് ഒരു തെറപ്പിക്കൊന്നും പോവാതെ സെൽഫായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന 1.5 hours സെഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ സെഷൻ്റെ എൻഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള കൺസേൺസോ ഡൗട്ട്സോ ചോദിക്കാനായിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ ഒരു സ്ക്രീൻ യൂസിനെ പറ്റി ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വെബിനാർ ആയിരിക്കും ഈ 1.5 hours നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം. ഇനിയും ഇതിനെപ്പറ്റി എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീം മെമ്പേഴ്സിനെ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്റ്റ് ചെയ്യാം.